ഹലോ ഗൈസ്, നമ്മൾ നെയ്തുക്കുട്ടൻ്റെ പല്ലട ഫംഗ്ഷൻ നടത്തി. ഫസ്റ്റ് ടൂത്ത് സെറിമണി എന്നാണ് ഈ പരിപാടി അറിയപ്പെടുന്നത്. അവന് ഈയിടെ കുഞ്ഞു 2 പല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പല്ലട ഫംഗ്ഷന് വേണ്ട ഐറ്റംസ്. ഇതിലേതാണ് അവൻ ആദ്യം എടുക്കുക. അപ്പോൾ അവൻ്റെ ഫ്യൂച്ചർ, അവൻ്റെ കരിയർ അതായിട്ട് റിലേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതില് ഏതായിരിക്കും ഉണ്ണി എടുക്കാൻ പോണത്? അല്ലെങ്കിൽ പൈസ അല്ലേ? ഞാൻ ഏതായിരിക്കും ഉണ്ണി എടുക്കണ? ഉണ്ണി ഏതെടുക്കും? കളിപ്പാട്ടം കാറിൻ്റെതാക്കുമല്ലേ? ഓക്കെ അടാ. അപ്പം നേതുവിൻ്റെ ചേച്ചിമാരും വലിയച്ഛന്മാരും അമ്മൂമ്മമാരും ഒക്കെ അവിടെ ഇരിക്കണ ഓരോന്ന് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ഏതാണ് എടുക്കാമെന്ന്. നമ്മൾ 3 വട്ടമാണ് അവന് എടുക്കാൻ ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അവനെ നിലത്തിറക്കി വെച്ചപ്പോൾ ഫാസ്റ്റായിട്ട് വന്നൊന്നും എടുത്തിട്ടില്ല. പതുക്കെ വന്ന് ഫുൾ ഒബ്സർവ് ഒക്കെ ചെയ്തിട്ടാണ് എടുത്തത്. ഓരോന്നിനും ഓരോ മീനിങ് ആണ്. ഇപ്പോൾ സ്വീറ്റ്സ് ആണെങ്കിൽ ഭക്ഷണപ്രിയനായിരിക്കും, ബുക്സ് ആണെങ്കിൽ അക്കാഡമിക് അടിപൊളിയായിരിക്കും, കീ ആണെങ്കിൽ നല്ല വെൽത്തൊക്കെ ഉള്ള ആളായിരിക്കും, മിറർ ആണെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ മീനിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം നെയ്തുക്കുട്ടൻ ഏതാണ് എടുക്കുകയെന്ന്. നേതു ഭയങ്കര സസ്പെൻസൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അടയിലേക്കും അപ്പുറത്തുള്ള ഒരു ഗോൾഡ് കോയിനിലേക്കാണ് അവൻ്റെ നോട്ടം. അപ്പം നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അടയാണ് എടുക്കാമെന്ന്. അപ്പോൾ ടച്ച് ചെയ്തത് അടയായിരുന്നു. പക്ഷേ കയ്യിലെടുക്കാത്ത കാരണം നമ്മളത് കൺസിഡർ ചെയ്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ അവൻ അട തന്നെയാണ് എടുത്തത്. നേതു സ്വീറ്റ് എടുത്ത കാരണം അവനൊരു ആഹാരപ്രിയനാവാം. പിന്നെ പറയേണ്ട അവൻ ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആയിരിക്കുന്നു. നെക്സ്റ്റ് ടൈം അവനെടുത്തത് കീ ആണ്. കീ എടുത്തു കഴിഞ്ഞാൽ റിച്ച് ആയിരിക്കും, ഭയങ്കര വെൽത്തൊക്കെ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ അംബാനിക്കൊരു ഭീഷണിയാവും തോന്നുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് അവനെടുത്തത് ടോയ് ആണ്. ഈ ടോയ് നേതു എടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നമായാനേ. നൈനു ടോയ് ആണ് പറഞ്ഞത്. ടോയ് അവൾ എടുത്തില്ലെങ്കിൽ പിന്നെ അവൾക്ക് സങ്കടമായാനേ. ഭാഗ്യം അവൻ ടോയ് തന്നെ എടുത്തു. അങ്ങനെ ഈ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയാണല്ലോ, നമുക്ക് നെക്സ്റ്റ് ബേബീസൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന്.